നമസ്കാരം. ന്യൂസ് ആഫ്റ്റർനൂൺ തുടരുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. കരുവന്നൂർ കേസിൽ പ്രതിസന്ധിയിലായി CPIM. AC മൊയ്തീനും MM വർഗീസിനും ഇഡിയുടെ ക്ലീൻ ചിറ്റ് ഇല്ല. കേസിൽ രണ്ടാം കുറ്റപത്രം ഉടൻ സമർപ്പിച്ചേക്കും. കൂടുതൽ നേതാക്കൾ പ്രതികളാകാനും സാധ്യത. സ്വത്ത് കണ്ടുകെട്ടിയവരെയും പ്രതി ചേർത്തേക്കും. ഇഡിക്കെതിരെ സ്വരം കടുപ്പിച്ച് CPM. ഇഡി നടപടി തോന്നിയാസമെന്ന് MV ഗോവിന്ദൻ. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMന് പൊൻതൂവലാണ് കള്ളപ്പണ കേസെന്ന് V മുരളീധരൻ. തെരഞ്ഞെടുപ്പിന് CPM കള്ളപ്പണം ഉപയോഗിച്ചെന്ന് അനിൽ അക്കര. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് CBI. അറസ്റ്റിലായത് ഹസാരിബാഗ് സ്വദേശി മുഹമ്മദ് ജലാലുദ്ദീൻ. ആരോപണ വിധേയരായ രണ്ടുപേരെ സഹായിച്ചിട്ടുണ്ടെന്നും നിർണായക തെളിവുകൾ ലഭിച്ചതായും CBI. വൈസ് ചാൻസലർ നിയമന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ 10-ലധികം യൂണിവേഴ്സിറ്റികളിൽ VCമാരില്ല. താൻ ചെയ്യുന്നത് തന്റെ ജോലിയെന്നും ഗവർണർ. തിരുവനന്തപുരത്ത് ചിട്ടിത്തുക നൽകാത്തതിനാൽ ചെമ്പഴന്തി സ്വദേശി ആത്മഹത്യ ചെയ്തു. അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച് നാട്ടുകാർ. മരണത്തിനുത്തരവാദി ബാങ്ക് പ്രസിഡന്റെന്ന് ബിജികുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ്. കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തി 23-22 വയസ്സായ പെൺകുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. കല്യാണം കഴിക്കാറായി. എന്ത് ചെയ്യണം ഇനി? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നല്ല സ്ഥാനാർത്ഥിയെന്ന് ചാണ്ടി ഉമ്മൻ. തദ്ദേശീയർ മത്സരിക്കണമെന്ന DCCയുടെ ആവശ്യം കുടുംബത്തിലെ തർക്കം മാത്രം. അന്തിമ തീരുമാനം പാർട്ടിയുടേതെന്നും ചാണ്ടി ഉമ്മൻ. മനു തോമസ് വിഷയത്തിൽ ആശയക്കുഴപ്പം തീർക്കാൻ CPIM. ജില്ലാ കമ്മിറ്റി യോഗം കണ്ണൂരിൽ തുടരുന്നു. ആരോപണം ശക്തമാക്കി മനു തോമസ്. മനുവിന് കോൺഗ്രസിലേക്ക് സ്വാഗതമെന്ന് കണ്ണൂർ കോൺഗ്രസ്. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് G സുധാകരൻ. വെള്ളാപ്പള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുപാട് സഹായിച്ച വ്യക്തി. ഈഴവ വോട്ടുകൾ എന്ന വോട്ട് ഇല്ല. വോട്ടുകളിൽ എല്ലാ സമുദായക്കാരുമുണ്ടെന്നും G സുധാകരൻ. LDFിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് കോവൂർ കുഞ്ഞുമോൻ MLA. മുന്നണിയിലെത്തിയപ്പോൾ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകിയില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ഉന്നയിക്കുമെന്നും കോവൂർ കുഞ്ഞുമോൻ. PhD പ്രവേശന വിവാദത്തിൽ K വിദ്യയ്ക്ക് ആശ്വാസം. പ്രവേശനത്തിൽ അപാകതയില്ല എന്ന് കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട്. പ്രവേശനം സംവരണ നിയമങ്ങൾ ലംഘിച്ച് അല്ലെന്നും ഉപസമിതി. BJPക്ക് കേരളം ബാലികേറ മലയല്ല എന്ന് K സുരേന്ദ്രൻ. BJP ഇല്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാനാകില്ല. BJP കഠിന പരിശ്രമം നടത്തിയാണ് തൃശൂരിൽ വിജയിച്ചത്. വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ തേരോട്ടമായിരിക്കുമെന്നും BJP നേതൃയോഗത്തിൽ സുരേന്ദ്രൻ. AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട കലാപാഹ്വാന പരാതിയിൽ EP ജയരാജനും PK ശ്രീമതിക്കും തിരിച്ചടി. കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന ഹർജി വീണ്ടും പരിഗണിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി. ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി നിയമവിരുദ്ധമെന്നും നിരീക്ഷണം.
വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് അച്ഛൻ ജയപ്രകാശ്. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ സർവകലാശാല മറച്ചുവെച്ചു. സർവകലാശാല നടപടി പരിശോധിക്കാമെന്ന് ഗവർണർ ഉറപ്പു നൽകി. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നും ജയപ്രകാശ് ന്യൂസ് മലയാളത്തോട്. നടിയെ ആക്രമിച്ച കേസിൽ നീതി നിഷേധിക്കപ്പെടുന്നെന്ന് അഭിഭാഷക ടി.ബി. മിനി. തുടർച്ചയായി കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അതിജീവിതയുടെ അഭിഭാഷക. മെമ്മറി കാർഡ് ചോർത്തിയ കോടതി ജീവനക്കാരെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയെന്നും മിനി ന്യൂസ് മലയാളത്തോട്. കത്വ ഫണ്ട് കേസിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെയുള്ള നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ. ആശ്വാസമായത് പി.കെ. ഫിറോസിനും സി.കെ. സുബൈറിനും. നടപടി കത്വ പെൺകുട്ടിക്കായി ശേഖരിച്ച തുകയിൽ 15 ലക്ഷം രൂപ പി.കെ. ഫിറോസും സി.കെ. സുബൈറും വകമാറ്റി ചെലവഴിച്ചു എന്ന കേസിൽ. സംസ്ഥാനത്ത് താറുമാറായി റേഷൻ വിതരണം. 10 മണിയോടെ ഇ-പോസ് മെഷീൻ തകരാറിലായി. തുടർച്ചയായ 2ാം ദിവസവും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. റേഷൻ വ്യാപാരികളുമായി അടുത്ത മാസം 4-ന് ചർച്ചയെന്ന് ഭക്ഷ്യമന്ത്രി. കളിയിക്കാവിള കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സർവീസ് സെന്റർ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ലഡാക്കിലെ ദൗലത് ബാഗ് ഓൾഡിയിൽ സൈനിക ടാങ്ക് നദിയിൽ മുങ്ങി 5 സൈനികർ മരിച്ചു. അപകടം സൈനിക പരിശീലനത്തിനിടെ. നദി മുറിച്ചു കടക്കുമ്പോൾ അപകട കാരണം നദിയിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറും. നോയിഡയിൽ മതിലിടിഞ്ഞ് വീണ് 3 കുട്ടികൾ മരിച്ചു. 5 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ. ഡൽഹി വസന്ത് വിഹാറിൽ ഇടിഞ്ഞു വീണ മതിലിനടിയിൽപ്പെട്ട് മരിച്ച 3 തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചവരിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് താൽക്കാലിക ഷെഡുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ. സംയുക്ത രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ അന്വേഷണം വീണ്ടും ഇതര സംസ്ഥാനങ്ങളിലേക്ക്. ഹൈദരാബാദ്, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി അന്വേഷണ സംഘം. പരമാവധി തെളിവുകൾ സമാഹരിച്ച് പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ്. ക്ലിഫ് ഹൗസിൽ വീണ്ടും നവീകരണം. പോലീസ് കൺട്രോൾ റൂം, പാർക്കിംഗ് ഏരിയ എന്നിവ നവീകരിക്കാൻ തീരുമാനം. 16.31 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ച് PWD വകുപ്പ്. 3 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും ടെൻഡറിൽ. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കിയ കമ്പനിക്കെതിരെ നടപടി. CG ലൂബ്രിക്കന്റ് കമ്പനിക്കെതിരെ കേസെടുത്ത് ബിനാനിപുരം പോലീസ്. നടപടി എടത്തല നൊച്ചിമ സ്വദേശി ഷബീറിന്റെ പരാതിയിൽ. നരേന്ദ്രമോദി സർക്കാരിന് മുമ്പിൽ ആദ്യ ഉപാധിയുമായി നിതീഷ് കുമാർ. ബീഹാറിന് പ്രത്യേക പദവി എന്ന പ്രമേയം അംഗീകരിച്ച് ജനതാദൾ എക്സിക്യൂട്ടീവ് യോഗം. പ്രത്യേക പദവി ആവശ്യം ശക്തമാക്കാൻ നീക്കം. T20 ലോകകപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. 2ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം രാത്രി 8-ന്. 2013 ശേഷം ആദ്യ ICC കിരീടത്തിനായി ഇന്ത്യ. കോപ്പ അമേരിക്കയിൽ തകർപ്പൻ ജയവുമായി ബ്രസീൽ. പരാഗ്വേയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ. ഒമർ അൽഡറൈറ്റ് പരാഗ്വേയുടെ ആശ്വാസ ഗോൾ സ്വന്തമാക്കി.
യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലാൻഡിനെ നേരിടും. ആതിഥേയരായ ജർമ്മനിക്ക് ഡെൻമാർക്ക് എതിരാളികൾ.